ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ റേഷ്യോനെ എനിക്ക് തോന്നുന്നു ഒരു 3 ക്ലാസ്സോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ YCTയുടെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മളെ YCT ആണ് റെയിൽവേക്ക് വേണ്ട എക്സാമിൽ ഉള്ള ബുക്കായിട്ട് പറയുന്നത്. YCT എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റേഷ്യോ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് RPF SI-നായാലും അതേപോലെ കോൺസ്റ്റബിൾക്കായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം RPFൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോരാ, നിങ്ങൾ ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ RPFൻ്റെ എക്സാം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡി ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കണം. കാരണം അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണം. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സീറ്റ്സ് ഫോർ മാത്സ്, ഫിസിക്സ് ആൻഡ് ബയോളജി ആർ ഇൻ ദ റേഷ്യോ. അപ്പം മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും റേഷ്യോസ് തന്നിട്ടുണ്ട്. There is a proposal to increase the seat by 40%, 50% and 75% respectively. What will be the respective ratio of the increased seat? എന്ന് പറഞ്ഞാൽ 5:7:8 ആയിരുന്നു സീറ്റ്സിൻ്റെ എണ്ണം, മാത്സിൻ്റെ ഫിസിക്സിൻ്റെ ബയോളജിയുടെ സീറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ സീറ്റിൻ്റെ എണ്ണം 40%, 50%, 75% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇൻക്രീസ്ഡ് സീറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻക്രീസ്ഡ് സീറ്റ് എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനലി നമുക്ക് ഇൻക്രീസ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഇപ്പോൾ എത്ര സീറ്റായി എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇൻക്രീസ്ഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സീറ്റാണ്, കൂടിയതിന് ശേഷമുള്ള ഫൈനൽ സീറ്റ്. ഇനി അടുത്ത ഇൻക്രീസ് ഇൻ സീറ്റോ? ഇൻക്രീസ് ഇൻ സീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുറച്ച് ഉണ്ടായ എത്രയാണോ കൂടുതലുണ്ടായത് അതിനെയാണ് ഇൻക്രീസ്ഡ് ഇൻ സീറ്റ്. ഇപ്പോൾ 10 സീറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ 14 സീറ്റ് ആയെങ്കിൽ എത്ര കൂടി? 4 കൂടി. ആ 4-നെയാണ് ഇൻക്രീസ് ഇൻ സീറ്റ് എന്ന് പറയുന്നത്. 4 ഇൻക്രീസ് ഇൻ സീറ്റ്. ഇനി 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ്ഡ് സീറ്റാണ്, ഇൻക്രീസ്ഡ് സീറ്റ്. ഓക്കെ, അപ്പോൾ ഇനി വാട്ട് വിൽ ബി ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ഇൻക്രീസ്ഡ് സീറ്റ് ആണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട മാത്സ്, ഫിസിക്സ്, ബയോളജി എഴുതുക 5, 7, 8. ഇനി അടുത്തത് 40% മാത്സിൻ്റെ കൂടി ഇനി 5 അതേപോലെ എടുത്ത് ചെയ്താൽ മതി. റേഷ്യോ ആയിട്ട് അങ്ങനെ കിടന്നോട്ടെ. 5 × 40% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 140% ആയില്ലേ? ഇനി അടുത്ത 7 യൂണിറ്റ് എത്ര? 50% ഇൻക്രീസ് ചെയ്ത് 150/100 ആയി. ഇനി അടുത്തത് 8 എന്ന് പറയുന്നത് 75% ഇൻക്രീസ് ചെയ്തു, ഡിവൈഡ് ബൈ 100. ഈ 100 മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 5 വെച്ചിട്ട് കുറച്ച് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാം അല്ലേ? ഈ നമ്പറും 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിൽ 28 എന്ന് വരും. ഈ നമ്പർ 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 30 എന്ന് വരും. ഈ നമ്പർ ക്യാൻസൽ ചെയ്യുമ്പോൾ 35 എന്ന് വരും. ഇനി അടുത്ത ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, 35 ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 6 വരുന്നുണ്ട്, ഇവിടെ ഒരു 7 വരുന്നുണ്ട്. ഇനി ബാലൻസ് നിൽക്കുന്ന ഈ 28ഉം 7ഉം, ഈ 7ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 4 വരും. ഈ 7 പോയി, ഈ 7 പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4:6:8 എന്നാണ്. അതിന് വീണ്ടും 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2:3:4 നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇൻക്രീസ് ഇൻ സീറ്റും ഇൻക്രീസ്ഡ് സീറ്റും. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായ ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഇൻ എ മിക്സ്ചർ ഓഫ് 45 ലിറ്റർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ വെള്ളവും പാലും ഒക്കെ മിക്സ് ചെയ്ത് തരത്തില്ലേ? പാലായിരിക്കും നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്, പക്ഷെ അവരെന്ത് ചെയ്യും? വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇങ്ങ് തരും അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിക്സ്ചർ എന്ന് പറയുന്നത്. ആ 45 ലിറ്റർ മിക്സ്ചറിൽ മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. മിൽക്കിൻ്റെ റേഷ്യോ 4, വാട്ടറിൻ്റെ റേഷ്യോ 1 യൂണിറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദ മിക്സ്ചർ സോ ദാറ്റ് ദ റേഷ്യോ ബിക്കം 3:2?
എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ 4:1 റേഷ്യോയിലാണ്. നമുക്കിത് നോർമൽ രീതിയിലും ചെയ്യാം, ഷോർട്ട് കട്ടിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നോർമൽ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോർമൽ രീതിയിൽ ചെയ്യുവാണെങ്കിൽ 4:1 റേഷ്യോയിലാണ് മിക്സ്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 4+1 5 യൂണിറ്റ്, 5 യൂണിറ്റാണ് 45 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45/5 9 ലിറ്റർ. 1 യൂണിറ്റ് 9 ലിറ്റർ ആണെങ്കിൽ നോക്കിയേ, 1 യൂണിറ്റ് 9 ലിറ്റർ ആണെങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് എത്ര ഇൻറ്റു 9, 1 യൂണിറ്റ് എത്ര ഇൻറ്റു 9. അപ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അളവെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 36 ലിറ്ററും ഉണ്ട്, ഇവിടെ ഒരു 9 ലിറ്ററും ഉണ്ട്. ഇതല്ലേ അളവെന്ന് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്, ഇതിൻ്റെ വാട്ടറിൻ്റെ അവിടെ എത്രയോ ആഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ പുതിയ റേഷ്യോ 3:2 ആയത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 36 ഡിവൈഡ് ബൈ 9 + x ആണ് 3/2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോഴേ ഇതുകൂടെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 = 9 + x. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 24 എന്ന് 9 മൈനസ് ചെയ്യുക, ആൻസർ 15 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ക്രോസ് ചെയ്ത് ഞാൻ ഈ സ്റ്റെപ്പ് ഒന്നും കൂടെ പറഞ്ഞു തരാം. 36 ഡിവൈഡ് ബൈ 9 + x = 3/2 എന്നല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 36 × 2 = 3, 9 + x. ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 36 × 2 ഡിവൈഡഡ് ബൈ 3 = 9 + x. ഇതുകൂടെ ക്യാൻസൽ ചെയ്തൂടെ 12, 12 × 2 24, 24 = 9 + x. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 24 - 9, അപ്പോഴാണ് 15 ലിറ്റർ കിട്ടുന്നത്. ഇത് നോർമൽ മെത്തേഡ്. നോർമൽ മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, അഥവാ ഷോർട്ട് കട്ട് പരീക്ഷയ്ക്ക് മറന്നുപോയാൽ നിങ്ങൾക്ക് ചെയ്യണമല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നോക്കിയേ, ഫസ്റ്റ് റേഷ്യോ 4:1 റേഷ്യോയിലാണല്ലോ. അതിൽ ഫസ്റ്റ് ഉള്ളത് മിൽക്ക്, രണ്ടാമത്തെ വാട്ടർ. ഇനി അടുത്തത് എന്താണ് ആഡ് ചെയ്തേക്കുന്നത്? വാട്ടറാണ് ആഡ് ചെയ്തത്. വാട്ടർ ആഡ് ചെയ്തപ്പോൾ പുതിയ റേഷ്യോ 3:2 അല്ലേ ആയത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കിനെ നമ്മൾ നേരത്തെ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടോ അത്രയും ലിറ്റർ മിൽക്ക് ഇപ്പോഴും ആ മിക്സ്ചറിൻ്റെ അകത്തുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 3ഉം അല്ലല്ലോ വരേണ്ടത്, ഇവിടെ വരുന്ന വാല്യൂ തന്നെ ഇവിടെയും വരണ്ടേ അല്ലേ. അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരേ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ 4ൻ്റെയും 3ൻ്റെയും LC അങ്ങ് എടുക്കുക. 4ൻ്റെയും 3ൻ്റെയും LC എത്ര? 12 അല്ലേ വരുന്നത്. അപ്പോൾ 12, ഈ 4നെ 12 ആക്കാൻ എന്ത് ചെയ്യണം? × 3 ചെയ്യണ്ടേ. ഇവിടെ × 3 ചെയ്യുക, ഇവിടെ × 3 ചെയ്യുക. ഇനി അടുത്ത 3നെ 12 ആക്കാൻ × 4 ഇവിടെയും ചെയ്തു. അപ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ 12ഉം ഇവിടെ 3ഉം വരും, ഇവിടെ ആണെങ്കിൽ 12ഉം ഇവിടെ 8ഉം വരും. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്, എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വാട്ടർ അവിടെ യഥാർത്ഥത്തിൽ ആഡ് ചെയ്തത്? 3 എന്ന് പറയുന്നത് 8 ആയി എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 5 യൂണിറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 5 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ ആണ് അതെന്ന് അറിയണം. അതിന് നമുക്ക് ആകെ അറിയാവുന്ന ഈ 45 ലിറ്റർ ആണ്. ഇത് നമ്മളിങ്ങനെ ഒരു ഫോമിലോട്ട് മാറ്റിക്കഴിഞ്ഞെങ്കിൽ പഴയ വാല്യൂസ് ഇനി നോക്കരുത്. 4:1, 3:2 ഇനി നോക്കരുത്. ഇനി നോക്കേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ 12:3ഉം 12:8ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ 12:3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 45 ലിറ്റർ വരുന്നത്. ആദ്യമേ ഉള്ള വാല്യൂ ആണ് 45 ലിറ്റർ. അപ്പോൾ 12 + 3 15. 15 യൂണിറ്റ് 45 ലിറ്റർ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45 ഡിവൈഡഡ് ബൈ 15 3 ലിറ്റർ. 1 യൂണിറ്റ് 3 ലിറ്റർ ആണെങ്കിൽ 5 യൂണിറ്റോ 5 × 3 15 ലിറ്റർ. ഓക്കെ, മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, 15 ലിറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ മിക്സ്ചർ ഓഫ് 45, നമുക്കിത് കുറച്ചൊക്കെ മനസ്സിലായി കാണും. മനസ്സിലാവാത്തവർ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കിയേരെ. ഈ ഒരു ടൈപ്പൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, 3:2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി മിക്സ്ചർ ഓഫ് 45 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. 45 ലിറ്റർ ആണ് മിക്സ്ചർ. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്, എത്ര വെള്ളമാണ് ഒഴിക്കേണ്ടത്, എത്ര വാട്ടർ ഒഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർ ഒഴിക്കുമ്പോൾ 9:11 റേഷ്യോയിലാണ് ആവുന്നത്. അങ്ങനെ ആവുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്ന, മിൽക്കിൻ്റെ അളവ് സെയിം ആണ്.
3ന്റെ 9ന്റെ LCM എടുക്കണം, കാരണം ഇവിടെ 3 ഇവിടെ 9 ആണ്. 3ന്റെ 9ന്റെ LCM 9 തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ × 3 ഇവിടെ × 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മിൽക്ക്, വാട്ടർ, ഇവിടെ 9 ഇവിടെ 6, ഇവിടെ 9 ഇവിടെ 11, ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം എന്ന് പറഞ്ഞത്. 11 - 6 5 യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത്, 5 യൂണിറ്റ്. അപ്പം നമുക്ക് വേണ്ടത് ഇന്നേ മിക്സ്ചർ ഓഫ് 45 ലിറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 യൂണിറ്റിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിനി അതിനെ ലിറ്ററുമായിട്ട് കണക്ട് ചെയ്യണം. ലിറ്ററുമായിട്ട് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇനിഷ്യലി 45 ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 9 + 6 15 യൂണിറ്റ് ആണ് 45 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45 ÷ 15 3 ലിറ്റർ അല്ലേ. 1 യൂണിറ്റ് 3 ലിറ്റർ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 5 യൂണിറ്റ്. 5 × 3 എത്രയാണ്? 15 ലിറ്റർ. കിട്ടിയല്ലോ 15 ലിറ്റർ, ഓപ്ഷൻ ബി എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഏത് വാല്യൂ ആണോ, കുറച്ച് ഇവിടെ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് വാട്ടറിന് മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി, മിൽക്ക് അവിടെ സെയിം ആയിട്ട് തന്നെ ഇരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? മിൽക്കിൻ്റെ 2 വാല്യൂസും വ്യത്യാസമാണെങ്കിൽ അതിനെ സെയിം ആക്കാൻ വേണ്ടി LCM എടുക്കുക. LCM എടുത്തിട്ട് അവിടെ ഏത് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ LCMനോട് ഈക്വൽ ആവും, ആ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് സ്പീഡിൽ പോവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളിത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഇനിയും നമുക്ക്, എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻസ് തരണമെന്നുണ്ട് എനിക്ക്. കാരണം ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്സിലുണ്ട്. ആ ടൈപ്പിൽ 1-2 ക്വസ്റ്റ്യനെങ്കിലും പരിചയപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അഥവാ സ്പീഡായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ഇത് കേൾക്കുമ്പോഴേ എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാവും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യമേ അത് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കണം. 2 vessels contain milk and water in the ratio 4:5 and 5:1 respectively. If both the vessels are mixed in the ratio 5:2, find the ratio of milk and water in the new mixture. അപ്പോൾ 2 വെസൽ ഉണ്ട്. 2 വെസലിലും മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 ഇവിടെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 5:1 ആണ്. ഇഫ് ബോത്ത് ദ വെസൽസ് ആർ മിക്സഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പാത്രത്തിലുള്ളതും ഈ പാത്രത്തിലുള്ള മിക്സ്ചറും തമ്മിൽ രണ്ടും കൂടെ ഒഴിച്ചേക്കുവാണ് വേറൊരു പാത്രത്തിലോട്ട്. അപ്പോൾ ബോത്ത് ദ വെസൽസ് ആർ മിക്സഡ് ഇൻ ദ റേഷ്യോ 5:2 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വെസലിൽ നിന്ന് 5 യൂണിറ്റ് എടുത്ത് ഇങ്ങോട്ട് മിക്സ് ചെയ്തു. ഇനി 2 ആണ് അടുത്ത വെസലിൽ നിന്ന് എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് 2 യൂണിറ്റ് എടുത്ത് ഇങ്ങോട്ടെടുത്ത് ഒഴിച്ചു. ഇതാണ് സംഭവം, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു വെസലിനകത്ത് 4:5 ആണ് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ, അടുത്തതിൽ 5:1 ആണ് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ. ഇതിന്ന് 2 5:2 റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി ഇത് ചെയ്യാനുള്ള വഴിയാണ്, നമ്മൾ ആദ്യമേ മിൽക്ക് എന്ന് എഴുതുക, വാട്ടർ എന്ന് എഴുതുക. ഫസ്റ്റ് വെസലിനകത്തുള്ള കാര്യങ്ങൾ എന്താ? 4:5 ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ വെസലിലുള്ള കേസ് എന്താ പറയുന്നേ? 5:1. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈനൽ റേഷ്യോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ 2 നമ്പറും കൂടെ ആഡ് ചെയ്യണം. 4 + 5 എത്ര? ഇവിടെ 9 അല്ലേ. ഇനി അടുത്തത് 5 + 1 6 അല്ലേ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വാല്യൂസും ഇവിടെ സെയിം ആയിട്ടിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 വാല്യൂസ് സെയിം ആക്കാൻ വേണ്ടി 9ൻ്റെയും 6ൻ്റെയും LCM എടുക്കുക. 9ൻ്റെ 6ൻ്റെ LCM എത്ര? 18 ആണെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ ചെയ്ത് നോക്കിക്കേ, 3 2. അപ്പോൾ 9 × 2 എത്രയാണ്? 18 ആണ് LCM. 18 LCM വരുവാണെങ്കിൽ 9നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഈ ഫുൾ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 4ഉം 5ഉം കൂടെ എന്ത് ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 8ഉം 5 × 2 എത്ര? 10 എന്നും വരും. ഇനി അടുത്ത താഴെയുള്ള നമ്പറിനെ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 3 15ഉം 1 × 3 3 എന്നും വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെസലിൽ നിന്ന് ഫസ്റ്റ് വെസൽ ഇതാണ്, സെക്കൻഡ് വെസൽ ഇതാണ്. ഫസ്റ്റ് വെസലിൽ നിന്ന് എത്ര റേഷ്യോ മാത്രമേ എടുക്കുന്നുള്ളൂ?
5 റേഷ്യോ ആണ് എടുക്കുന്നത്. സെക്കൻഡ് വെസലിൽ നിന്ന് 2 റേഷ്യോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിനെ ഈ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 വരും, 5 × 10 50 വരും. ഇനി അടുത്ത് ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 30 വരും, ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 6 വരും. നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇത് കമ്പൈൻ ചെയ്തല്ലേ വരുന്നത്. മിൽക്കിൻ്റെ റേഷ്യോ ഒരുമിച്ച് വരും, വാട്ടറും കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 10:8 അല്ലെങ്കിൽ 5:4 എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. 5:4 ഓപ്ഷൻ ബി. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഇവിടെ ഒരു മിക്സ്ചർ ഒരു വെസലിൻ്റെ അകത്തുണ്ട്, അടുത്ത മിക്സ്ചർ അടുത്ത വെസലിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ 4:5, രണ്ടാമത്തേലെന്ന് പറഞ്ഞാൽ 5:1 റേഷ്യോയിലാണ്. അതിനെ പുതിയൊരു വെസലിലോട്ട് ആക്കിയേക്കുവാണ്. അതിൽ ഫസ്റ്റ് വെസലിനെ 5 യൂണിറ്റ് ആണ് എടുക്കുന്നത്, സെക്കൻഡ് വെസലിൽ നിന്ന് 2 യൂണിറ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ, പുതിയ മിക്സ്ചറിൻ്റെ അകത്തുള്ള മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിൽക്കും വാട്ടറും എടുക്കുക. 4:5, 5:1 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇവിടെ സെയിം ആക്കുക. ഇവിടെ 9ഉം ഇവിടെ 6ഉം ആയതുകൊണ്ട് തന്നെ LCM 18 എന്നറിയാം. ×2ഉം ഇവിടെ ×3ഉം ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 കിട്ടും, 10 കിട്ടും. പിന്നെ ഇവിടെ 3 × 5 15 വരും, 3 × 1 3 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിനെ 5 യൂണിറ്റ് ആണ് എടുക്കുന്നത്, സെക്കൻഡിലെ നമ്മൾ എത്ര യൂണിറ്റ് എടുക്കുന്നത്? 2 യൂണിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലെ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 × 8 എത്ര? 40. ഇനി അടുത്ത 5 × 10 50. ഇനി അടുത്ത 2 × 5 30. ഇനി 2 × 3 6. അപ്പം നമുക്ക് കിട്ടുന്നത് 70:56 എന്ന് പറയുന്ന റേഷ്യോ ആണ്. 7 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10 വരും, ഇവിടെ ഒരു 8 വരും, ഇവിടെ 5:4 ആണ് നമുക്ക് റേഷ്യോ ആയിട്ട് വരുന്നത്. ആൻസർ കിട്ടിയോ? അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആദ്യമേ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇനി അടുത്ത 2 വെസൽസ് കണ്ടെയ്ൻ മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ മിൽക്കും വാട്ടറും ഉണ്ട്. ഫസ്റ്റിൽ 7:5 റേഷ്യോയിലാണ്, അടുത്തതിൽ 7:9 റേഷ്യോയിലാണ്. ഇഫ് ബോത്ത് the vessels are mixed in the ratios 1:1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ 1:1 റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. 1:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1 യൂണിറ്റ് എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ച്, ഇവിടെ നിന്ന് 1 യൂണിറ്റ് എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ച്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. ഇതിൻ്റെ അകത്തുള്ള മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. ന്യൂ മിക്സ്ചറിൻ്റെ അകത്തുള്ള മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ സെയിം മെത്തേഡ് തന്നെയാണ്. റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിൽക്ക് വാട്ടർ ഫസ്റ്റ് 7:5, ഫസ്റ്റ് സെക്കൻഡിനകത്തുള്ളതോ നമുക്ക് 7:9 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു 12 വരുന്നു, ഇവിടെ ഒരു 16 വരുന്നു. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12ൻ്റെയും 16ൻ്റെയും LCM എടുക്കുക. എത്ര വരും? 48 അല്ലേ വരുന്നേ. ചെയ്ത് നോക്കിക്കേ. 6 8 2 വെച്ചിട്ട് 3 4. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര? 2 × 2 4, 4 × 4 16, 16 × 3 എത്ര? 16 × 3 എന്ന് പറഞ്ഞാൽ 48 ആണ് വരുന്നത്. ഓക്കെ, 48. അപ്പോൾ ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 48 വരും. ഇവിടെ ആണെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 7 28, 4 × 5 20. ഇനി 3 × 7 21, 3 × 9 27. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അതിനു മുമ്പ് ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തേക്കുന്നേ? ഫസ്റ്റിനെ 1 യൂണിറ്റ് ആണ് എടുത്തേക്കുന്നത്, സെക്കൻഡിൻ്റെയും 1 യൂണിറ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 വെച്ച് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 28ഉം 21 തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്താലും വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. ×1 ×1 വന്നു, ഇവിടെ ×1 ഇവിടെ ×1 വന്നു. അപ്പോൾ ആഡ് ചെയ്ത് വരുമ്പോൾ 28 + 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ 47 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ 49:47 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A and B are 2 alloys of gold and copper. By mixing metals in the ratio 7:2, 7:11 respectively, if the equal quantities of the alloys are melted to form a third alloy C. അപ്പോൾ എയും ബി എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ?
2-3 മെറ്റൽ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അലോയിൽ ഗോൾഡും ഉണ്ട് കോപ്പറും ഉണ്ട്. ഇവിടെയുണ്ട് ഗോൾഡ്, ഇവിടെയുണ്ട് കോപ്പർ. അപ്പോൾ ഇവിടെ 7:2 റേഷ്യോയിലാണ് ആദ്യം, രണ്ടാമത് 7:11 റേഷ്യോയിലാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ അലോയ്സ് ആർ മിക്സഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളതും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, മെൽറ്റ് ചെയ്ത് പുതിയൊരു അലോയ് ഉണ്ടാക്കി. അലോയ് സി എന്ന് പറയുന്ന അലോയ് ഉണ്ടാക്കി. അലോയ് സി ഉണ്ടാക്കി. അപ്പോൾ അലോയ് സി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കോപ്പറിൻ്റെയും ഗോൾഡിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെയല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് എത്ര അളവെടുത്തോ അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്നും എടുത്ത അളവ് ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1:1 റേഷ്യോ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ 5 യൂണിറ്റ് എടുത്തെങ്കിൽ ഇവിടെ നിന്ന് 5 യൂണിറ്റ് എടുത്ത് റേഷ്യോ ആക്കുമ്പോൾ 5:5 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും, 1:1. അപ്പോൾ ഈക്വൽ ആയിട്ട് എടുത്താൽ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ 1:1 റേഷ്യോയിലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഗോൾഡ്, ഇത് കോപ്പർ, ഇത് ബി അലോയ്. എ അലോയിലാണെങ്കിൽ 7:2, ബി അലോയ് ആണെങ്കിൽ 7:11. ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നു, ആഡ് ചെയ്യുമ്പോൾ 18 വരുന്നു. 18ൻ്റെയും 9ൻ്റെ LCM 18 അല്ലേ, 18 × 2 ചെയ്താൽ മതി. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, 18 ഓൾറെഡി ആണ്. × 2 ചെയ്യുമ്പോൾ ഇവിടെ × 2, ഇവിടെ × 2, അപ്പോൾ 14, ഇവിടെ ഒരു 4 വരും, പിന്നെ 7ഉം 11ഉം. പിന്നെ ഈക്വൽ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് × 1 ഇവിടെ നിന്ന് 1 യൂണിറ്റാണ് എടുത്തേക്കുന്നത്, ഇവിടെ നിന്ന് 1 യൂണിറ്റ് എടുത്തേക്കുന്നു. × 1. അപ്പോൾ 14 + 7 21. ഇനി അടുത്തത് ഇവിടെയോ 15, 11 + 4 15. ഇതൊന്നും കൂടെ 7:5 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി. ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ ഓപ്ഷൻ സി 7:5. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ടൈപ്പ് എല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഒരേപോലത്തെ ടൈപ്പാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്സിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകവും എക്സ്പെൻഡിച്ചറും സേവിങ്സും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്. നമ്മൾ മലയാളത്തിൽ തന്നെ അങ്ങ് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത്, ആ വരുമാനത്തിൽ നിന്നല്ലേ നമ്മൾ ചെലവ് ചെയ്യുന്നതും സേവിങ്സ് വെക്കുന്നതും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് പറയാം, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൂടെ, പറയാലോ. അതേപോലെ നമ്മുടെ ചെലവെന്ന് വെച്ചാൽ എന്താണ്, എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഇൻകം മൈനസ് സേവിങ് അല്ലേ എക്സ്പെൻഡിച്ചർ. ഇതൊന്നും കാണാതെ പിടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ദിനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അതേപോലെ സേവിങ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോഴുള്ളതാണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം തന്നെയാണ് ഇവിടെ തന്നേക്കുന്ന. മന്ത്ലി ഇൻകം ഓഫ് 2 പേഴ്സൺ, 2 പേരുടെ മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ 4:5 ആണ്. അവരുടെ മന്ത്ലി എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 7:9 ആണ്. ഇഫ് ഈച്ച് ഓഫ് ദം സേവ്സ് 50 rupees എ മന്ത് ദെയർ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ 2 പേരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ 4:5ഉം എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 7:9 അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും 50 രൂപ വീതമാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മന്ത്ലി ഇൻകം എത്രയാണ്. അപ്പോൾ ഇവരുടെ മന്ത്ലി ഇൻകം ഇപ്പം 4x എന്നും 5x എന്നും എടുക്കാമെന്ന് വെച്ചോ. ഫസ്റ്റ് ആൾ എ എന്ന് പറയുന്ന ആളുടെ 4x എന്നും ബി എന്ന് പറയുന്ന ആളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5x എന്നും എടുക്കുകയാണെങ്കിൽ ഈ ഇൻകത്തിൽ നിന്ന് നമ്മൾ 50 രൂപയാണ് 2 പേരുടെ സേവിങ്സ്. ഈച്ച് സേവ്സ് എന്നാ ഓരോരുത്തരും 50 രൂപ എന്ന് സേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ആളുടെ ഇൻകം 4x ആണ്. അതിൻ്റെ അകത്തുനിന്ന് സേവിങ്സ് ആയിട്ടുള്ള 50 രൂപ കുറച്ചാലേ അയാളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള 7 കിട്ടത്തുള്ളൂ. എക്സ്പെൻഡിച്ചർ 7 അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ റേഷ്യോ ആക്കി എഴുതുവാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ആളുടെ സാലറി 5x ആണ്, അയാളുടെ സേവിങ്സും 50 ആണ്. അപ്പോൾ ഇൻകം മൈനസ് സേവിങ്സ് അയാളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള 9. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് വരുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ ഇൻകം 4x എന്നും 5x എന്നും ഒക്കെ എടുക്കും, എക്സ്പെൻഡിച്ചർ 7y എന്നും 9y എന്നും എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, 4x - 7/50 എന്നങ്ങ് എടുക്കും. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്,
സാലറി മൈനസ് എക്സ്പെൻഡിച്ചർ സേവിങ്സ് എന്ന് എടുക്കും. ഇനി അടുത്ത രണ്ടാമത്തെ ആളുടെ 5x മൈനസ് 9y എന്ന് പറയുന്നതും 50 എന്ന് എടുക്കും. എന്നിട്ട് ഇതിനൊരു ഇക്വേഷൻ ആക്കിയൊക്കെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. ഇങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് സമയം പോകും. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റേഷ്യോനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എക്സിൻ്റെ വാല്യൂ മാത്രം മതി നമുക്ക്. ഇൻകത്തിൻ്റെ അവിടുത്തെ വാല്യൂസ് മാത്രം മതിയായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ഈ ഒരു ഭാഗത്ത് എക്സ് ആക്കിയിട്ട് അങ്ങനെ എഴുതി. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ടായിരിക്കും, ഇവിടെ എന്താ മിസ് 7 എന്ന് 9 എന്ന് വിട്ടേ, 7y എന്ന് 9y എന്ന് വിട്ടാൽ പോരേന്ന്. കാരണം ഇത് യഥാർത്ഥ റേഷ്യോ അല്ലല്ലോ. അത് തന്നെയാണ് 7y എന്ന് 9y എന്ന് നിങ്ങൾ ഇട്ടോ, പക്ഷേ അതെന്ത് ചെയ്യും, ഇവിടെ ആകുമ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ എഴുതാത്തയാണ്. ഓക്കെ, ഇനി ഇത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 9 × 4x എന്നും വരും, മൈനസ് 9 × 50 എന്ന് വരും. ഇനി അടുത്ത 7 × 5x എന്ന് വരും, മൈനസ് 50 × 7 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 36x മൈനസ് 450 ഈക്വൽ ടു 35x മൈനസ് 350 എന്ന് വരും. ഇനി നോക്കിയേ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 36 മൈനസ് 35x എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് 350 ഈ സൈഡിൽ ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് 450 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 450 ആവും. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസും പ്ലസും കൂടെ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ മൈനസ് ചെയ്തു, 100 കിട്ടി. വലിയ നമ്പർ ഏതാ? 450, അതിൻ്റെ സൈൻ പ്ലസ്. അപ്പോൾ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ 100. എക്സിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ ഓരോരുത്തരുടെയും ഇൻകം എത്ര? 4x-ഉം 5x ആണ്, 400-ഉം 500-ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ചില ആൾക്കാർക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നും, പക്ഷെ നമുക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 10 പ്രാവശ്യമൊക്കെ പറഞ്ഞ് പോവാം, പക്ഷെ നിങ്ങൾക്ക് കണ്ടൻറ്റ് നീങ്ങത്തില്ല. നിങ്ങൾ എന്തായാലും മെനക്കെട്ടിരുന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണുമ്പോൾ ക്ലിയർ ആവും. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The monthly income of 2 persons are in the ratio 3:2. അപ്പോൾ 2 പേഴ്സൻറ്റിൻ്റെ മന്ത്ലി ഇൻകം 3:2 റേഷ്യോയിലാണ്. ഇനി അവരുടെ മന്ത്ലി എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻകം തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ഈച്ച് സേവ്സ് 200 a month. ഓരോരുത്തരും 200 രൂപ വെച്ച് സേവ് ചെയ്യുന്നു. ഇൻകം ഓഫ് എയുടെ ഇൻകമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള ആദ്യമുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇടയ്ക്ക് ഞാൻ 2 persons A ആൻഡ് B എന്ന് എഴുതണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആളെയാണ് എ ആയിട്ട് എടുത്തേക്കുന്നത്. ഓപ്ഷൻ ഇവിടെ ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇൻകമിൻ്റെ നമ്മുടെ റേഷ്യോ അറിയാം. അപ്പോൾ 3x മൈനസ് 200 എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറച്ചാൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള 5 കിട്ടും. ഇനി അടുത്ത ഇൻകം ആയിട്ടുള്ള 2x എന്ന് 200 കുറച്ചാൽ വീണ്ടും അയാളുടെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള 3 കിട്ടും രണ്ടാമത്തെ ആളുടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 × 3x എന്ന് പറഞ്ഞാൽ 9x വരും. ഇനി മൈനസ് 3 × 200 എന്ന് പറഞ്ഞാൽ 600 എന്ന് വരും. ഇനി അടുത്തത് 5 × 2x എന്ന് പറഞ്ഞാൽ 10x എന്ന് വരും. ഇനി അടുത്തത് മൈനസ് 5 × 200 എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 9x. ഇപ്പോൾ എക്സ് ഉള്ളതെല്ലാം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു എക്സ് വന്നു. ഈ 1000 മൈനസ് 1000 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1000. 1000 മൈനസ് 600 എന്ന് പറയുമ്പോൾ 400. എക്സിൻ്റെ വാല്യൂ 400 അല്ലേ? എക്സിൻ്റെ വാല്യൂ 400 ആണെങ്കിൽ ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് 400 അല്ലെങ്കിൽ 3x ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് 400. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 3 × 400 എത്രയാണ്? 1200 രൂപയാണ് വരുന്നത്. ഓപ്ഷൻ ബി 1200. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ചെയ്തു തന്നാൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അത് കൃത്യമായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്ന് നിങ്ങൾക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻ ആയെന്ന് തോന്നുന്നു. ഒരുപാട് ടൈപ്പ് പഠിച്ചാലും നിങ്ങൾ മറന്നു പോകുമല്ലോ.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതും പിന്നെ ഒരു കുറച്ച് ടോപ്പിക്കും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.